എറണാകുളം പള്ളുരുത്തിയിലെ ഹിജാബ് വിവാദത്തിൽ പ്രീണനവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് നിന്നുണ്ടായത് ഗുരുതര വീഴ്ച. ഹിജാബ് ധരിച്ചതിൻ്റെ പേരിൽ ക്ലാസ്സിൽ നിന്ന് കുട്ടിയെ പുറത്താക്കിയത് ഗുരുതരമായ കൃത്യവിലോപം. വിദ്യാഭ്യാസാവകാശ നിയമത്തിൻ്റെ ലംഘനവുമുണ്ടായി. ഹിജാബ് ധരിച്ച് സ്കൂളിൽ തുടർ പഠനം നടത്താൻ സ്കൂൾ അനുമതി നൽകണമെന്നും പൊതുവിദ്യാഭ്യാസ മന്ത്രി. ഒന്ന്, കുട്ടിയുടെ അവകാശത്തെ നിഷേധിക്കാൻ വേണ്ടി പാടില്ല. രണ്ട്, യൂണിഫോമിന് ഒത്ത തട്ടം, തലയിൽ വയ്ക്കുന്ന തട്ടം, അത് അവർ ഡിസൈൻ ചെയ്ത് കൊടുക്കണം. കൊടുത്ത് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടി കഴിയണം. അതല്ലെങ്കിൽ കഷ്ടമായ നടപടി ഗവൺമെന്റ് സ്വീകരിക്കും. ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഉറച്ച നിലപാടാണ് ഉള്ളത്. ഇത് കേരളമാണ്. വീണ്ടും പ്രജിത് മോഹനിലേക്ക് പോകുന്നു. പ്രജിത്ത്, കഴിഞ്ഞ ദിവസം പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിലപാട് ഇതായിരുന്നില്ല. ശിവൻകുട്ടി പറഞ്ഞത് ശിരോവസ്ത്രം മറക്കുന്ന തരത്തിൽ യൂണിഫോം മറക്കുന്ന തരത്തിലാവരുത് ശിരോവസ്ത്രം എന്ന് പറഞ്ഞ മന്ത്രി ഇന്ന് നിലപാട് മാറ്റിയിരിക്കുകയാണ്. ഇന്ന് സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ചയുണ്ടായി എന്നാണ് ശിവൻകുട്ടി ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത്. മാത്രമല്ല, നാളെ 11 മണിക്ക് മുമ്പ് ഒരു തീരുമാനമുണ്ടാവണം. ഈ ഹിജാബ് ധരിച്ച് ഈ വിദ്യാർത്ഥിനി സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ സ്കൂളിലേക്ക് പ്രവേശിപ്പിക്കണമെന്നാണ് ദേവസ്വം മന്ത്രി തിട്ടൂരം നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെയും ഇത്തരം വിഷയങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളാണ് മന്ത്രി ശിവൻകുട്ടി സ്വീകരിച്ചത്. അതായത് ഇന്ന് ഒരു കാര്യം പറയും, നാളെ അത് മറിച്ച് പറയും. അതുകൊണ്ട് ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് എത്ര ആയുസ്സുണ്ട് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത് പ്രജിത്ത്? മന്ത്രി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം നടത്തിയ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് അദ്ദേഹം കൃത്യമായി യൂട്ടേൺ അടിച്ചു എന്ന് തന്നെ പറയാം അനിൽ നമ്പ്യാർ. കാരണം അദ്ദേഹം കഴിഞ്ഞ ദിവസം സ്കൂളിന് ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ സ്കൂളിൻ്റെ യൂണിഫോം എന്താണോ, ഡ്രസ് കോഡ് എന്താണോ, അത് പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ഈ പറയുന്ന അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ തന്നെ യൂണിഫോം മറയുന്ന രീതിയിൽ മറ്റ് വസ്ത്രങ്ങൾ പാടില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതിനുശേഷം ഹൈക്കോടതിയുടെ പരാമർശം വരുന്നു. ഹൈക്കോടതി കൃത്യമായി പറയുന്നു, ഈ സ്കൂളിൻ്റെ ഡ്രസ് കോഡ് പാലിക്കാൻ വിദ്യാർത്ഥികൾ ബാധ്യസ്ഥരാണ് എന്നുള്ള കാര്യം ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നു. പിന്നാലെ ഇന്ന് സ്കൂൾ മാനേജ്മെൻറ്റും രക്ഷിതാക്കളും തമ്മിൽ നടത്തിയ ചർച്ചയിൽ സ്കൂളിലെ ഡ്രസ് കോഡ് പാലിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്നുള്ളത് അവർ പറയുന്നു. അങ്ങനെ ആ പ്രശ്നം വളരെ രമ്യമായി പരിഹരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനിടയിൽ STP പോലുള്ള വർഗീയ സംഘടനകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്കും സമൂഹത്തിൽ വലിയ രീതിയിലുള്ള വിഷം കലർത്താനുള്ള ശ്രമമൊക്കെ നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അത് ഒന്ന് അവസാനിച്ചതിന് പിന്നാലെയാണ് ഇന്ന് വളരെ അപ്രതീക്ഷിതമായി സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി തൻ്റെ നിലപാട് മാറ്റുകയും ഈ ശിരോവസ്ത്രം മതസ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്, അതുകൊണ്ട് വിദ്യാർത്ഥിനെ ഹിജാബ് ധരിക്കാൻ അനുവദിക്കണം, അത് നാളെ 11 മണിക്കുള്ളിൽ നടപ്പിലാക്കണം എന്ന് തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകി ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തിറക്കിയിരിക്കുന്നത്. കൃത്യമായി സ്കൂൾ അധികൃതരടക്കം ഇപ്പോൾ പ്രതികരിച്ചു കഴിഞ്ഞു. എന്താണ് വിദ്യാഭ്യാസ മന്ത്രി ലക്ഷ്യമിടുന്നത്? അദ്ദേഹം ലക്ഷ്യമിടുന്നത് ഈ വിഷയം വീണ്ടും ഒന്ന് വർഗീയമായി ആളിക്കത്തിക്കുക എന്നുള്ളത് തന്നെയാണെന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരു വശത്ത് ആ വിഷയം അവസാനിച്ചിരിക്കുന്നു. എന്നാൽ SDPI പോലെയുള്ള സംഘടനകൾ അവരുടെ സൈബർ ഇടങ്ങളിൽ ആവർത്തിക്കുന്ന കാര്യമാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റായി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് SDPI പോലുള്ള സംഘടനകൾ പറയുന്ന കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് പറയുകയും വിഷയം ഹൈക്കോടതി അടക്കം ഇടപെട്ട് അവസാനിപ്പിച്ചൊരു വിഷയം, ആ വിഷയം വീണ്ടും കുത്തിപ്പൊക്കി അതിന് വീണ്ടും ഒരു തീ പകർന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ കൃത്യമായ വർഗീയ അജണ്ട അതിന് പിന്നിലുണ്ട് എന്നുള്ളത് സംശയമില്ലാതെ പറയാൻ കഴിയും. കാരണം സാധാരണഗതിയിൽ ഇത്തരമൊരു വിഷയം ഉണ്ടാകുമ്പോൾ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഇത്തരം ചില വിഷയങ്ങൾ അത് കൃത്യമായ അവബോധത്തോടെ കൈകാര്യം ചെയ്ത് അതൊരു വലിയ രീതിയിലുള്ള പ്രശ്നമായി മാറാതെ ഒരു സമന്വയത്തിൻ്റെ പാതയിലേക്ക് പോകുക എന്നുള്ളതാണ് എപ്പോഴും ചെയ്യേണ്ടത്. അത് ആ വിഷയം അവിടെ പരിഹരിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് നമ്പ്യാർ. അതിന് പിന്നാലെയാണ് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രി ഇത് മതസ്വാതന്ത്ര്യത്തിൻ്റെ വിഷയമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും അത് വീണ്ടും നാളെ നടപ്പിലാക്കിയിരിക്കണം എന്നുള്ളൊരു തിട്ടൂരം അദ്ദേഹം ഇറക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വളരെ പരിഹാസപരമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ സൈബർ ഹാൻഡിലുകളിലൊക്കെ വന്നു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് ഇടയിൽ തന്നെ ഈ കമൻറ്റുകളായി തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാട് മാറ്റം, വൈരുദ്ധ്യം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആളുകൾ ചൂണ്ടിക്കാട്ടി തുടങ്ങിയിട്ടുണ്ട്. പല രീതിയിലുള്ള വിമർശനങ്ങൾ പല മാധ്യമപ്രവർത്തകരടക്കമുള്ളവർ ഇപ്പോൾ ഫേസ്ബുക്കുകളിലൊക്കെ പോസ്റ്റ് ചെയ്ത കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും കൃത്യമായ യൂട്ടേൺ അടിയാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അതിന് അദ്ദേഹത്തിന് കാരണമായത്, പ്രചോദനമായത് SDPI പോലുള്ള തീവ്ര സംഘടനകളുടെ നിലപാടുകൾ അത് തന്നെയാണ് എന്നുള്ളത് ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു. കാരണം നേരത്തെ ഈ പലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട്, ഹമാസ് വിഷയവുമായി ബന്ധപ്പെട്ട്, അതോടൊപ്പം തന്നെ CAA വിരുദ്ധ സമരം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിലും ഇത്തരം സംഘടനകൾ പറയുന്ന അഭിപ്രായങ്ങൾ പലപ്പോഴും ഇടത് നേതാക്കൾ ആവർത്തിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി തൻ്റെ നിലപാട് മാറ്റത്തിന് കാരണമായത് അത്തരം ചില സമ്മർദ്ദങ്ങളാണ് എന്നുള്ളത് തന്നെ സംശയരഹിതമായി പറയാൻ കഴിയും.
ഫേസ്ബുക്കിൽ ഇരുന്ന മതേതരത്വത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുന്നു. ഫേസ്ബുക്കിന് പുറത്ത് ഒരു പ്രത്യേക മതത്തിൻ്റെ വക്താവായി പെരുമാറുന്നു. പ്രീണനവുമായി, ന്യൂനപക്ഷ പ്രീണനവുമായി, മുസ്ലിം പ്രീണനവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര വീഴ്ച. ഹിജാബ് ധരിച്ചതിൻ്റെ പേരിൽ ക്ലാസ്സിൽ നിന്ന് കുട്ടിയെ പുറത്താക്കിയത് ഗുരുതരമായ കൃത്യവിലോപം. നാളെ 11 മണിക്ക് മുമ്പ് മന്ത്രി പറഞ്ഞത് അനുസരിക്കണം, അത്തരത്തിലൊരു തീരുമാനമുണ്ടാവണം എന്ന തിട്ടൂരമാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇറക്കിയത്. പ്രജിത്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.